ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഒരു ഫോൺ വാങ്ങിയിട്ട് സത്യം പറയാലോ വീഡിയോ എടുക്കാനൊന്നും കഴിയുന്നില്ല. ഡാൻ മൈ ലൈഫൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ ഫോൺ ഞാൻ വാങ്ങിയത്. ഡാൻ മൈ ലൈഫ് യൂട്യൂബിലേക്ക് വീഡിയോ ഒക്കെ ഇടാൻ വിചാരിച്ചിട്ടാണ്. ആ വീഡിയോ മര്യാദക്കുള്ളൊരു വീഡിയോ എടുക്കാൻ കഴിയുന്നില്ല. ഓരോരുത്തർക്ക് അസുഖം മാറുമ്പം ഓരോരുത്തർക്ക് അസുഖങ്ങളാണ്. ഇപ്പോൾ ഫാദിൻ്റെതും നിജമോതൊക്കെ മാറി ഒക്കെ റെഡിയായി വന്ന് അപ്പോഴത്തേന് കുഞ്ഞാവക്ക് പനിയായി. കുഞ്ഞാവക്ക് 2-3 ദിവസമായിട്ട് പനിയാണ്, മാറിയിട്ടില്ല. പിന്നെ പെരയിൽ നിൽക്കൂല. പാലിൻ്റെ പണിയായതുകൊണ്ട് നിർത്തി ഇവിടെ നിൽക്കാനും പറ്റില്ല, വേറെ ഒരാളെ ഏൽപ്പിച്ചാനും പറ്റില്ല, പെട്ടെന്ന് ഒരാളെ കിട്ടൂല. വേറെയുള്ള പണിയൊക്കെ ആണെങ്കിൽ ഇന്ന് പോവില്ല പറഞ്ഞാൽ ഇന്ന് പോവാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചതിൻ്റെ പണിയാണെങ്കിൽ ഇങ്ങനെ ഏൽപ്പിച്ചൊക്കെ ചെയ്യുക. ഇതിപ്പോൾ അങ്ങനെയൊന്നും നടക്കൂല. പണിക്കൊക്കെ പോകുന്നുണ്ട് പനിച്ചാലും നീച്ചാണ്ട്. പിന്നെ പയ്യനെ കറക്കാനൊക്കെ ഒരാളെ വിളിച്ചലാണ്, ഞാനവിടെ വിളിച്ചലാണ് ഫോൺ നീച്ചാൻ കഴിയാത്തപ്പം. വരുമെന്ന് ചോദിച്ചാൽ പിന്നെ വരും. അങ്ങനെ ഒരു ഏട്ടനുണ്ട് ഇവിടെ വരുന്നത്. അപ്പോൾ കുഞ്ഞാവ് അയാൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ചെയ്ത് കൊടുക്കലുണ്ട്. അങ്ങനെ അയാളെ വിളിച്ചിപ്പം രാവിലെ ഉച്ചക്കൊക്കെ അയാൾ കറന്നെടുത്താൽ പിന്നെ അവിടെ കൊണ്ടുപോകുക തന്നെ. അല്ലാതെ ഇപ്പോൾ തടഞ്ഞ് നമ്മളൊന്നാണെങ്കിൽ പനിച്ചാൽ നീച്ചോടുത്തുനിന്ന് കടന്നോടത്തുനിന്ന് കടന്നോടത്തുനിന്ന് നീച്ചില്ല. അമ്മാതിരി പനിയാണ് പനിച്ചത്. ഇന്നലെയൊക്കെ രാത്രി പനിച്ചൽ തുടങ്ങിയിട്ട് 7 മണിയാകുമ്പോൾ കടന്നിന്, 7 ആയപ്പോൾ കടന്നിന് പനിച്ചാണ്ട്. ഗുളികയും കുടിച്ച് കടന്ന് രാവിലെ 3 മണിയാകുമ്പോൾ നീച്ചുമ്പോഴൊക്കെ പെരും പനിയാണ്. പനി വിട്ടിട്ട് തന്നെയല്ല. അപ്പം ഇനിയിപ്പോൾ എന്നായാലും ഫാദിമോനെ കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടറെ കാണിച്ചപ്പോൾ കഴിഞ്ഞ ആഴ്ച അവൻ്റെ കാലിൻ്റെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടി വന്ന് കാണിച്ചാൽ പറഞ്ഞു, നിർബന്ധമായിട്ടും വരണം പറഞ്ഞു. അപ്പോൾ ഓൻ എന്തായാലും കാണിച്ചാൻ പോകുന്നുണ്ട്. അപ്പം ഒന്നും കൂടി അതും കൂടി കാണിച്ചണം. ഇവിടെ ഒരു ഡോക്ടറെ കാണിച്ചിട്ട് 2 ദിവസമായി മരുന്ന് കുറിച്ചിന് കുറവില്ല. അപ്പം ഇനി അങ്ങോട്ട് പോകുമ്പം 2 കൂടി കാണിച്ചാൽ വിചാരിച്ചു. കുഞ്ഞാവിനെ വണ്ടി ഓട്ടി പോകണം, വേറെ ആരും വണ്ടി ഓട്ടി പോകാനൊന്നും ഇല്ല കേട്ടോ. പിന്നെ കുഞ്ഞാവക്ക് സുഖമില്ലാതായാലെന്ന് പറഞ്ഞാൽ ആരോ വരുന്നു. കുഞ്ഞാവക്ക് പനി ആയാൽ പിന്നെ നമ്മൾ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനുണ്ടാവും. കാരണം ഒരു കാര്യവും ഇപ്പോൾ പശുവിൻ്റെ കാര്യമായാലും അല്ലാത്ത കാര്യമായാലും ഞാൻ കുഞ്ഞാൻ്റെ ഒരു കാര്യവും ഞാൻ ചെയ്ത് കൊടുക്കുകയില്ല. പനിച്ചുമ്പോൾ നമുക്ക് കഴിയുന്നതിലൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ വീഡിയോ എടുത്ത് ബാക്കിൽ നടക്കാനും അത് മുഴുവനാക്കാനും കഴിയില്ല. കുറേയൊക്കെ വീഡിയോ ഞാൻ എടുത്ത് വെച്ച് ഞാനൊന്നും മുഴുവനായില്ല. പിന്നെ ഒക്കെ ഡിലീറ്റാക്കി മുഴുവനാവാദത്തെ വീഡിയോ ഇട്ടിട്ട് അത് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാൻ വീഡിയോ ഇടാതെ നിന്നാൽ 1-2 ഇടണം, അല്ലെങ്കിൽ എൻ്റെ വാച്ച് അവർ കുറഞ്ഞ് പിന്നെ ഈ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ വാച്ച് അവർ തികക്കണമല്ലോ. ഇപ്പോൾ 2-3 മാസമായിട്ട് ഞാൻ തീർച്ചയായിട്ട് വിട്ടിട്ട് കുറച്ചൊരു വാച്ച് അവർ വന്നേ. ആ വാച്ച് അവർ ഉള്ളത് കുറയും. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇട്ടില്ലെങ്കിലും പ്രശ്നമാണ്, ഇടാനായിട്ട് കഴിയണമില്ല. പിന്നെ കാണുന്നവരുണ്ട്, കുറച്ച് ആൾക്കാരെങ്കിലും കാണുന്നവരുണ്ടല്ലോ. അപ്പോൾ അവരോടൊന്നും പറയാൻ വെച്ചിട്ട് ആരും കമൻറ്റൊന്നും ചെയ്യലില്ല. പിന്നെ ലൈക്കൊക്കെ ചെയ്തൊക്കെ വീഡിയോ കാണും, എന്നാലപ്പം എനിക്കെന്തെങ്കിലും കാര്യമുള്ളൂ. മസ്റ്റായിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ അവിടെ പുറത്ത് നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇവിടെ അംഗൻവാടി വിടാനാണ് ആൾക്കാരിങ്ങനെ ഓരോന്ന് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഫോണിൽ പറഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ 5 മിനിറ്റിൻ്റെ താഴെ വീഡിയോ ഒക്കെ ആണെങ്കിൽ വേഗം അപ്ലോഡ് ആകും. അതിൽ കൂടുതലുള്ള വീഡിയോ ആയാൽ ഭയങ്കര ലാഗാണ് വീഡിയോ അപ്ലോഡ് ആവാൻ. ഇപ്പോൾ വൈഫൈ ഒക്കെ നിർബന്ധം തോന്നുന്നുണ്ട്. ഒന്ന് വാങ്ങുമ്പോൾ ഒന്ന് കിട്ടണം, ഒന്ന് വാങ്ങുമ്പോൾ ഒന്ന് കിട്ടണം. അങ്ങനെയാണല്ലോ മനുഷ്യൻ്റെ അവസ്ഥ. അതേപോലെ അപ്പോൾ ഇപ്പോൾ ഒരു വൈഫൈയും കൂടി കിട്ടിയാലാണ് ഇപ്പോൾ ഇത് മുഴുവനാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൽ വീഡിയോ എടുത്താൽ അപ്ലോഡ് ആക്കാൻ ഞാൻ കുഴങ്ങും, കുറേ ടൈം എടുക്കുകയാണ്. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ വീഡിയോ ഒക്കെ ആയിട്ട് വരും. ചിലപ്പോൾ നൂളോന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യണത് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിലൊരു കഥ ഉണ്ടായി. ഇതിൽ ഞാൻ ഫോട്ടോ എടുത്തിട്ട് ക്ലിയർ കുറവാണെന്ന് പറഞ്ഞിട്ട് മൊബൈൽ ഷോപ്പ് പോയി വയ്ക്കുക. അപ്പോൾ അവിടുന്ന് പോലെ പറഞ്ഞ് ഇതിലേറെ ക്ലിയർ ഇപ്പം ഞൊടുന്നാൽ കിട്ടാനാണ്. അവിടുന്ന് ഒരു ഫോട്ടോ എടുത്തൊക്കെ കാണിച്ചു തന്നു. ഇന്നലെ ഒരു അബദ്ധമൊക്കെ പറ്റി പീടിയിലൊക്കെ പോയി വന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ വേറെ 1-2 കാര്യങ്ങളും ഉണ്ടായിന്, ഒക്കെ പാടെ വിചാരിച്ച് പോയതേനി. അപ്പോൾ അവിടുന്ന് പോലെ നമ്മളിട്ട് നല്ലോണമായിട്ട് ഒലിമ്പിക്കണേ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതിലേറെ ക്ലിയർ ഇട്ടണമെങ്കിൽ ഇതിലേറെ വലിയ ഫോം വാങ്ങണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളങ്ങോട്ട് ആക്കി ഇല്ലാതാക്കിയൊക്കെ പോകുന്നു. പിന്നെ ഞാൻ പൗച്ചിൻ്റെ പ്രശ്നമാണ് വിചാരിച്ച് ക്ലിയർ കുറവ് പൗച്ചും മാറ്റി പോകുന്നത്. പൗച്ച് അന്നത്തെ പൗച്ച് ഒന്നും വെറുതെ തന്നതേനി ഫോൺ എടുത്തപ്പം. പിന്നെ ഉള്ള പൗച്ചിനൊക്കെ നമ്മൾ പൈസ കൊടുക്കണമല്ലോ. അപ്പം അങ്ങനെ അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ആയിട്ട് വരും. ആരും മറക്കരുത്, ഡാൻമലയൊക്കെ ആക്കിയിട്ട് വരണ്ടേ. അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണും കേട്ടോ. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ്, അകത്തുനിന്ന് വീഡിയോ എടുക്കണ്ട വിചാരിച്ചിട്ട്. വെയിലുണ്ട്, മഴ ഉണ്ട്, അങ്ങനെ രണ്ടും കൂടിയാണ്. നല്ല മഴയൊന്നുമില്ല, ചെറുതായിട്ട് തുള്ളിടൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ആരും എന്നെ മറക്കരുത്, എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഇതുവരെ ഞാൻ സപ്പോർട്ടും ചെയ്യാണ്ട് ആർക്കും കാണണ്ട വിചാരിച്ചിട്ട് തുടങ്ങിയതിന് ഇപ്പോൾ കാണാൻ തുടങ്ങിയപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിൽക്കാരും അടുത്ത തന്നെ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ടൊക്കെ കാണുന്നവരൊക്കെ ഒന്ന് ദുആ ചെയ്യേണ്ടി. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.